താജ് ഹോട്ടലിൻ്റെ മനോഹാരിതയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് വെച്ച് പിടിക്കാം എന്നാണ് ആലോചിച്ചിരുന്നത്. നമ്മുടെ മുംബൈ വ്ളോഗിലെ താജ് ഹോട്ടലിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മളുടെ മുകളിലെ ഐകാർഡിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ നന്നായിരിക്കും. പക്ഷേ ഞാനും കെട്ടിയോളും നടന്ന് അവശതയായ കാരണം ഇനി ഇന്ത്യ ഗേറ്റിലും ഒരുപാട് നടന്ന് ഈ വെയിലത്ത് കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ കാരണം എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ടുള്ള യാത്ര തുടരാം എന്ന് കണ്ട് അവിടെ അന്വേഷിച്ച് ഒരു മറാഠി ഹോട്ടലിൽ കയറി. സംഭവം ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയം ഏകദേശം ഒരു 11:30 ഒക്കെ ആയി. നമ്മുടെ നാടൻ അപ്പവും മുട്ടക്കറിയൊന്നും അവിടെ കിട്ടാത്തത് കൊണ്ട് ചപ്പാത്തിയും നല്ല ചന മസാലയും നല്ല എഗ് ബുർജിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചപ്പാത്തി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ കിട്ടുന്ന ഈ മഹാരാഷ്ട്രയിൽ കിട്ടുന്ന അവരുടെ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒരു ഗംഭീര ഐറ്റം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാക്കറ്റ് ചപ്പാത്തി പോലെയുള്ള ഒരു തണുത്ത അയഞ്ഞ കുഴഞ്ഞ സംഭവം ഒന്നല്ല. അത് ആസ്വദിച്ച് കഴിച്ച് വയറും മനസ്സും നിറച്ചാണ് നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത്. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തത് ദസറ ടൈമിലാണ്. ദസറ അല്ലെങ്കിൽ ഈ വിജയദശമി സമയത്താണ് ദുർഗാദേവിയുടെ ഒക്കെ വലിയ വലിയ പ്രതിമകൾ ഉണ്ടാക്കി കടലിൽ നിമജ്ജനം ചെയ്യുന്ന വലിയൊരു ചടങ്ങ് ഇവിടെ ഉള്ളത്. ആ വീഡിയോസ് എല്ലാം മനോഹരമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ അപ്കമിങ് മുംബൈ വ്ളോഗ് വീഡിയോസിൽ തീർച്ചയായിട്ടും അതെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനും കെട്ടിയോളും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ത്യ ഗേറ്റിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴാണ് വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളി, ഒരുപാട് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന ഒരു പള്ളി നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്വേഷിച്ചപ്പോൾ അതൊരു മെത്തഡിസ്റ്റ് ചർച്ചാണ്. 137 വർഷങ്ങൾക്ക് മേലെ പഴക്കമുണ്ട് ഈ ഒരു പള്ളിക്ക്. അതെന്നിൽ ഒരു ക്യൂരിയോസിറ്റി ഉണർത്തി. അത്തരം പഴക്കമുള്ള കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതിനോടുള്ള ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ സെക്യൂരിറ്റിയോട് സംസാരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ചോദിച്ചു. അപ്പോൾ പള്ളി അടഞ്ഞു കിടക്കുകയാണെന്നും താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, പക്ഷെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ മുകളിലേക്ക് വിട്ടു. മുകളിലേക്ക് ഞാനപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഏതെങ്കിലും വാതിലുകൾ തുറന്ന് കിടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു. പക്ഷേ ഒന്നും തുറന്ന് കിടക്കുന്നില്ല. നിരാശനായി ഞാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങിപ്പോന്നു. ഞാൻ അവിടെ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ താക്കോല് അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞു. കാര്യം കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ട്രൈ ചെയ്തല്ലോ എന്നുള്ള ഒരു ചെറിയ സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് യാത്രയായി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ത്യ ഗേറ്റ് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ മുംബൈ വ്ളോഗ്സിലെ മറ്റു വീഡിയോസും തുടർന്നും കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.